എനിക്ക് കയറുവാൻ സാധിക്കും. എറിയാൻ കടന്നു വന്നവരെ പോലെയാണെങ്കിൽ എന്റെ പാപം ആരും കാണുന്നില്ലല്ലോ, ഞാൻ എപ്പോഴും വിശുദ്ധനാണല്ലോ എന്ന മനോഭാവത്തോട് നടക്കുകയാണെങ്കിൽ ഈ പേടകത്തിൽ നിന്ന് പുറത്തു പോകും. ഈ പേടകത്തിൽ നിന്ന് പുറത്തുപോയ മറ്റൊരു കഥ കൂടി ഞാൻ പറയാം. നമ്മുടെ 10 കന്യകമാരുടെ കഥ. 5 പേര് അകത്ത് പ്രവേശിച്ചു, അതില് 5 പേര് പുറത്തുപോയി. അവര് വിവേക ശൂന്യകളെന്നാ പറയുന്നത്, അല്ലെ? അവർ കർത്താവിനെ കാത്തിരുന്നത് വെറുതെ. ഞാനും നിങ്ങളോട് പറയുന്നത്, വെറുതെ കർത്താവിനെ കാത്തിരിക്കുക, വെറുതെ കർത്താവിനെ കാത്തിരിക്കുക. കർത്താവിനെ കാത്തിരിക്കുവാൻ എനിക്കൊരു റീസൺ വേണം. എന്റെ ഭർത്താവ് നല്ല വഴിക്ക് നടക്കുവാൻ വേണ്ടി എന്റെ ദൈവത്തെ ഞാൻ കരുണയോടെ പ്രാർത്ഥിച്ചു. എന്റെ ഭർത്താവ് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അവൻ നല്ലവനായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിവേകശൂന്യയായി മാറുകയില്ല. എന്റെ ഭാര്യ രക്ഷപ്പെട്ടു പോയാൽ ഉറപ്പാണ് ഞാനും വിവേകശൂന്യയായിട്ട് മാറും. എന്റെ മകൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്വപ്നമനുസരിച്ച് ജീവിച്ചാൽ ഉറപ്പാണ് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനോഭാവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അകന്നു പോകും. ഓർത്തുകൊള്ളുക, എന്റെ ഭർത്താവിനെ ദൈവം നാശത്തിന്റെ വഴിയിലേക്ക്, പിശാചിന്റെ സന്തതിയാക്കുവാൻ ദൈവമേ ഒരിക്കലും പറഞ്ഞുവിടല്ലേ എന്ന പ്രാർത്ഥന മാത്രമുണ്ടായിരിക്കും. അവൻ രക്ഷപ്പെട്ട് കടന്നു വരുന്നത് അവൻ ജീവിതത്തിന്റെ നല്ല മനോഭാവത്തിലേക്ക്, എന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ എപ്പോൾ കടന്നു വരുന്നു, അന്ന് എന്റെ ജീവിതം അവസാനമായിരിക്കും. ഓർത്തുകൊള്ളുക, നമുക്ക് പ്രാർത്ഥിക്കുവാൻ കാരണമുണ്ടായിരിക്കണം. എന്റെ കൂടെയുള്ള എന്റെ ഭർത്താവിന്റെ മദ്യപാനവും എന്റെ മക്കള് നന്നായി നടക്കുവാനുള്ള എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണമായി മാറുന്നത്. ഇവര് രക്ഷപ്പെട്ടു വരുവാൻ ദൈവം എന്ന് അനുവദിക്കുന്നു, അന്ന് എനിക്ക് സമ്പൂർണമായ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത്. എന്റെ ഭർത്താവ് നേരെയാകുന്നില്ലല്ലോ, എന്റെ മകൻ നേരെയാകുന്നില്ലല്ലോ, പക്ഷെ അവർക്ക് പ്രാർത്ഥനയുടെ സംരക്ഷണം നൽകി, അവർക്ക് ജീവിതത്തിന്റെ വഴികളിൽ തെറ്റായ രീതിയിൽ പോകാതിരിക്കുവാനുള്ള കഴിവ് നമ്മൾ പ്രാർത്ഥനയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ അല്പം താമസിച്ചു വന്നാൽ ഞാൻ ഓർക്കരുത് അവൻ വഴിതെറ്റിയിട്ടാണ് കിടന്നു വരുന്നത്. എന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവൻ വഴിതെറ്റാതെ എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. എന്റെ ഭർത്താവ് ആഴ്ച അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ കുടിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം നശിച്ചുപോയി, ശപിക്കപ്പെട്ടവനാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ച് കളയരുത്. എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹത്തോടെ എപ്പോഴും നേടിയെടുത്തുകൊണ്ടിരിക്കണം. നമ്മളാരും പ്രാർത്ഥന കൈവിട്ടു പോകുന്ന ദാസിദാസന്മാരായി മാറരുത്. ദൈവം അനുദിനം പ്രാർത്ഥിക്കുവാനുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ടിരിക്കും. അത് ചെറിയൊരു രോഗത്തിന്റെ പേരിലായിരിക്കാം, അത് ചെറിയൊരു സങ്കടത്തിന്റെ പേരിലായിരിക്കാം. കാരണം എന്റെ കയ്യിലെ എണ്ണ തീർന്നാൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ക്ലേശങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ എണ്ണയാക്കിയെടുത്തു എങ്കിൽ ഇവയൊക്കെ നിസ്സാരമാണ്. ദൈവത്തിന് ബലിയർപ്പിക്കുവാനാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന രൂപം. ദൈവത്തിന് ബലിയർപ്പിക്കുവാനാണ് എന്റെ ഭർത്താവ്, എന്റെ മക്കള്. അപ്പൊ അവരിലൂടെ കടന്നു വരുന്ന ഏത് ക്ലേശങ്ങളും എനിക്ക് എണ്ണയാണ്. അത് പ്രാർത്ഥിക്കുവാനുള്ള എന്റെ വലിയ മനോഭാവത്തെ വളർത്തിയെടുക്കുവാൻ. ഇങ്ങനെ ഈ 5 വിവേകശൂന്യകള് തന്റെ കയ്യിലുള്ള എണ്ണ വറ്റിപ്പോയപ്പോൾ പുറത്താക്കപ്പെട്ടു. അവരുടെ മുന്നിൽ ദൈവം ഈ പേടകം അടച്ചു കളഞ്ഞു. പുത്രൻ കയറി, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കയറി. പക്ഷേ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കാത്ത ആ 5 കന്യകമാര്
അവര് പാപം ഒന്നും ചെയ്തെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് വിശ്വാസത്തോടെ കാത്തിരുന്നില്ല എന്നൊരു ചെറിയ കുട്ടി. ആദവും ഹവ്വയും പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ഒരു കുറ്റമുണ്ട്. ദൈവം ഏൽപ്പിച്ച വിശ്വസ്തത പാലിച്ചില്ല എന്നൊരു കുറ്റം. ഈ പേടകം ഉണ്ടാക്കുവാൻ നോഹയെ ദൈവം അനുവദിച്ചു. എന്തുകൊണ്ട്? തിന്മയുടെ അവസ്ഥയിലും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ചെറിയ മനോഭാവം അവൻ വളർത്തി. അപ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, അവന്റെ ജീവിതത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ആ പേടകത്തിലേക്ക് രക്ഷിക്കപ്പെട്ടവർ കയറിക്കൂടി. ആ പേടകം ഒഴുകുന്നത്, പുറത്തുകൊള്ളുക കണ്ണീരിലൂടെയാണ്. ആ പേടകം തളർത്തുകൊണ്ടിരിക്കുക നമ്മുടെ സാമ്പത്തിക മാന്യത്തിലൂടെയാണ്. ആ പേടകം ഒഴുകുക രോഗങ്ങളിലൂടെയാണ്. പേടകം ഒരിക്കലും വെള്ളത്തിന് മീതെ പൊങ്ങിയില്ല, വെള്ളത്തിന് അടിയിലും തങ്ങിക്കിടന്നില്ല. മറിച്ച് ഈ വെള്ളം അങ്ങ് കോര പെയ്തുകൊണ്ടിരുന്നപ്പോൾ, മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിന്റെ നടുവിലൂടെ ഇത് സഞ്ചരിച്ചെന്ന പറയുക. നിന്റെ കുടുംബത്തിന് പേരിന് രോഗം വരാം, പേരിന് സാമ്പത്തിക നഷ്ടമുണ്ടാകാം. പക്ഷെ ഇതിന്റെ നടുവിലൂടെ ഇങ്ങനെ ഒഴുകി ഒരു മലയിൽ ഉറക്കും. കാരണം ഈ പേടകത്തിനുള്ളിൽ രക്ഷപ്പെട്ടവർ മാത്രമാണ്. ഇത് ഒരു മലമുകളിൽ ഉറക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവർ പുറത്തേക്ക് വരും. ദൈവം ആഗ്രഹിച്ച വിശ്വാസം പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ദൈവം ആഗ്രഹിച്ച പറുദീസ പണിയുവാൻ സാധിക്കും. ഞാൻ രോഗത്തിലൂടെ ഒഴുകിക്കോട്ടെ, ഞാൻ ദുഃഖത്തിലൂടെ ഒഴുകിക്കോട്ടെ, പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ഒന്നിച്ചുകൂടിയ എനിക്ക് ഈ പേടകത്തിൽ ദൈവം സംരക്ഷണം കൊണ്ടു. ഞാൻ എന്റെ മേലിൽ കൂടി ഒഴുകുന്ന രോഗത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. എന്റെ താഴെ കൂടി ഒഴുകുന്ന മരണത്തെക്കുറിച്ച് ഞാൻ ദുഃഖിക്കാതിരിക്കുക. ദൈവത്തിന്റെ സംരക്ഷണ വലയം ഒരു പേടകം പോലെ എന്നെ പൊതിയുന്നു. ഒത്തുകൊള്ളുക. രക്ഷിക്കപ്പെടുന്നവർ വിശ്വസിക്കുന്നവരാണ്, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോ രക്ഷിക്കപ്പെടും. അത് ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി എന്റെ പൗരോഹിത്യ ജീവിതത്തിലെ ശുദ്ധിയും, പൗരോഹിത്യ ജീവിതത്തില് ഞാൻ ആയിട്ട് 2 വർഷങ്ങളെ ആകാൻ പോകുന്നുള്ളൂ. ആ വിശ്വസ്തത ആവോളം എന്റെ മരണാവസാനം വരെ എനിക്ക് കാത്തുപാലിക്കുവാനും, ഇങ്ങനെ വചനം പ്രഘോഷിക്കുവാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ ശക്തി ആകർഷിച്ചെടുക്കുവാനും, ഞാനിരിക്കുന്ന ഇടവകയിൽ നന്നായി സേവനം ചെയ്യുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുക. എല്ലാവരും കൈകൊള്ളുക, കണ്ണുകളടക്കുക. സ്നേഹപിതാവ് പൗരോഹിത്യത്തിന്റെ പേരിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആശീർവാദം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒന്നിനെ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നത് ജോബിനാണ്. ജോബിന്റെ അമ്മയുണ്ട്. അതുപോലെ തന്നെ എന്റെ ഒരു ഇടവക്കാരിയും. ഇവരുടെ നിരന്തരമായ പ്രേരണയാണ് ഇപ്പോഴും വന്ന് കുർബാന കഴിയുമ്പോൾ കൈക്ക് പിടിച്ച് നടുവിട്ട് കുത്തിയിട്ട് പറയാൻ അവിടെ വരണം.
അവസാനം അത് പൂർത്തിയായി. സമയം സമാഗതമായി ദൈവവചനം പൂർത്തീകരിക്കുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഈ 3 പേര് എപ്പോഴും പ്രയത്നത്തിനുമായിരുന്നു. ഇവിടെ വരണം, ഇവിടെ നിന്ന് വരണം, ഇവിടെ വരണം. ജോബിനാണ് അവിടെ നിന്ന് ഇവിടം വരെ ടൂവീലറിന് കൊണ്ടുവന്നത്. അപ്പോൾ പെട്രോളിനുള്ള പൈസ കൊടുത്തില്ല. അതുപോലെ തന്നെ ജോബിന്റെ അമ്മച്ചിയാണ്. ജോബിന്റെ അമ്മച്ചി എപ്പോഴും എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പേര് ആഗ്നസ് ചേച്ചി എന്നെ ആലിസ് ചേച്ചി എന്നോട് വന്ന് കഴിഞ്ഞ ശനിയാഴ്ച പറയും അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ കടന്നു വന്ന മഴ നനച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ച നിങ്ങൾക്കും അതുപോലെ തന്നെ ബ്രദറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുമായിരുന്നു. അതൊക്കെ കണ്ട് വിശ്വസിക്കുവാൻ ദൈവം എന്നെ വഴിയൊരുക്കുന്നതിന് നന്ദി പറയുന്നു. എല്ലാവിധ ആശീർവാദവും അനുഗ്രഹവും ദൈവത്തിന്റെ നാമത്തിൽ നേരുന്നു. നമുക്ക് എല്ലാവർക്കും ബ്രദറിന് വേണ്ടി ഒന്ന് സ്തുതിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ടീമാംഗങ്ങളും